ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും CMA ഇൻ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമിൻ്റെ സിലബസും ഒരു ഓവറോൾ എക്സാം പാറ്റേണും എല്ലാം ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഫസ്റ്റ് സ്റ്റഡി നോട്ടാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ 6 ടോപ്പിക്സ് ആണുള്ളത്. ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടിങ് ഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, എന്താണ് അക്കൗണ്ടിങ് സൈക്കിൾ, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ്, എന്തെല്ലാം ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഉണ്ട്, ആരെല്ലാമാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ യൂസേഴ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസും അവയുടെ മീനിങ്ങും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്താണ് അറിയപ്പെടുന്നത്? എന്താണ് ബിസിനസ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധാരാളം റിസോഴ്സസ് ആവശ്യമാണ്. മെറ്റീരിയൽ വേണം, ലേബർ വേണം, മെഷീനറി വേണം, ഫാക്ടറീസ് വേണം, മറ്റ് സർവീസസ് ഒക്കെ വേണം. ഈ റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആണ്, സ്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് സക്സസ്ഫുൾ ആകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് അതിൻ്റെ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ടാണോ എഫക്റ്റീവായിട്ടാണോ യൂസ് ചെയ്യുന്നത്? ബിസിനസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒരു ഓൺഗോയിങ് ട്രാക്കിലാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ആ ബിസിനസ്സിൻ്റെ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഓവറോൾ റിസൾട്ട് എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബിസിനസ്സിൻ്റെ ഓവറോൾ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്? ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസറാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ജനറേറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അക്കൗണ്ടിങ്ങിനെ മെയിനായി നമുക്ക് 4 ഫീൽഡായിട്ട് തിരിക്കാം. ബുക്ക് കീപ്പിംഗ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിലെ ഫസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ടേംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച് ആണ്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എൻഡ് യൂസേഴ്സിന് ബിസിനസ്സിൻ്റെ എൻഡ് റിസൾട്ട്സ് മനസ്സിലാവുന്ന തരത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ CMAക്കാരുടെ മെയിൻ ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും മെത്തേഡ്സും ടെക്നിക്സും എല്ലാം യൂസ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന, മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും തയ്യാറാക്കിയിട്ടുള്ള ഇൻഫോർമേഷൻസും റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം യൂസ് ചെയ്ത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, മാനേജ്മെൻറ്റിന് ഫങ്ഷൻസ് നിർവഹിക്കാൻ ആവശ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും റിപ്പോർട്ട്സിനെയും അനാലിസിസ് ചെയ്ത് ഇൻഫോർമേഷൻസ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയെന്ന് നോക്കാം.
ഫസ്റ്റ് വരുന്നത് ബുക്ക് കീപ്പിംഗ് ഈസ് കൺസിഡർ ആസ് ആൻ എൻഡ് ആൻഡ് അക്കൗണ്ടിങ് ഈസ് കൺസിഡർ ആസ് എ ബിഗിനിങ്. ബുക്ക് കീപ്പിങ്ങിനെ നമ്മളൊരു അവസാനമായിട്ടും അക്കൗണ്ടൻസി നമ്മളൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു, ആ പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. പക്ഷേ അക്കൗണ്ടൻസിയിൽ നമ്മളിനി ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ ജേർണൽ തയ്യാറാക്കുന്നു, ലെഡ്ജർ തയ്യാറാക്കണം, ട്രയൽ ബാലൻസ് തയ്യാറാക്കണം, P&L, ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷനാണ്. പക്ഷേ അക്കൗണ്ടൻസിയിൽ വേറെ പല ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഫങ്ഷൻ മാത്രമാണ്. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഓവറോൾ ഫങ്ഷനെയാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് എപ്പോഴും ബുക്ക് കീപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബുക്ക് കീപ്പിങ്ങിൽ തയ്യാറാക്കിയ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അക്കൗണ്ടൻസിയിൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയിലെ ഡിസിഷൻ മേക്കിങ്ങിനും റിപ്പോർട്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഡാറ്റ നമ്മൾ എടുക്കുന്നത് ബുക്ക് കീപ്പിങ്ങിൽ നിന്നാണ്. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും കൺവെൻഷൻസും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അക്കൗണ്ടൻസി ഒരിക്കലും ബുക്ക് കീപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനെയും കോൺസെപ്റ്റ്സിനെയും കൺവെൻഷൻസിനെയും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള 5 ഡിഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിൽ മെയിനായിട്ടൊരു 6 ഡിഫറൻസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടല്ല. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് അതിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ടുള്ള ആവശ്യമായ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടിയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമാണ്, ക്രെഡിറ്റേഴ്സിന്, അതുപോലെ ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിയിലെ റിപ്പോർട്ടിൽ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എസ്റ്റിമേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒബ്ജക്റ്റീവ് ഡാറ്റ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ സെക്ഷണൽ വൈസ് അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി വരുന്നൊരു കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് സൈക്കിൾ. നമുക്കറിയാം അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള എൻറ്റയർ പ്രൊസീജിയേഴ്സ് എപ്പോഴും ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം ജേർണൽ, അതിനുശേഷം ലെഡ്ജർ, അതിനുശേഷം ട്രയൽ ബാലൻസ്, പിന്നെ ക്ലോസിംഗ് എൻട്രീസ്, അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. വീണ്ടും അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സൈക്കിളിലെ സ്റ്റെപ്സിനെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്. നമ്മുടെ ബിസിനസ്സിലെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ജേർണൽ. ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രോണോളജിക്കലായിട്ട് ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ജേർണൽ പോസ്റ്റ് ചെയ്തതിൻ്റെ ബേസിസിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നു. ഈ ലെഡ്ജറിലെ ക്ലോസിംഗ് ബാലൻസ് എടുത്ത് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. അതിനുശേഷം അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, അതിനുശേഷം ക്ലോസിംഗ് എൻട്രീസും തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു.
നെക്സ്റ്റ് ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിലെ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ്. നെക്സ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ് ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക എന്നതാണ്. ബിസിനസ്സിന് എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എത്രമാത്രം ലയബിലിറ്റീസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ഇനി തേർഡ് ഒബ്ജക്റ്റീവ് ഒരു രാജ്യത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടതും അത് ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യേണ്ടതൊക്കെ കമ്പൽസറി ആണ്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ പീരിയഡിലെ ഗ്രോത്ത് മനസ്സിലാക്കാനായിട്ട് പ്രോഗ്രസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇനി ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവർക്ക് ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസും ഗ്രോത്തും എല്ലാം അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ധാരാളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ഒരു ബിസിനസ്സിനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് തന്നെ നമ്മുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത് എന്നറിയാൻ അവർ ഇൻട്രസ്റ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ലെൻഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും എല്ലാം തിരിച്ചടയ്ക്കാൻ ആ ബിസിനസ്സിന് കേപ്പബിലിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട് ഈ ലെൻഡേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് വരുന്നത് കസ്റ്റമേഴ്സും സപ്ലയേഴ്സുമാണ്. കസ്റ്റമേഴ്സും സപ്ലയേഴ്സും ഒരു ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റിയും ഗ്രോത്തും എങ്ങനെയാണ് എന്നറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് വരുന്നത് നമ്മുടെ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് എൻറ്റിറ്റി ഗവൺമെൻറ്റിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടാണോ മുൻപോട്ട് പോകുന്നത്, അവർ നിയമം തെറ്റിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഗവൺമെൻറ്റും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസും ട്രേഡ് യൂണിയൻസുമാണ്. ബിസിനസ് ഗ്രോ ചെയ്താൽ മാത്രമാണ് എംപ്ലോയീസിന് ജോലി കിട്ടുകയുള്ളൂ, അവർക്കും ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസ് എല്ലാം ബിസിനസ്സിൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിയും എല്ലാം അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് കോമ്പറ്റീറ്റേഴ്സാണ്. കോമ്പറ്റീറ്റേഴ്സും അവരുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായിട്ട് മറ്റ് ബിസിനസ്സുകളുടെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസും ഗ്രോത്തും എല്ലാം അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ മർജറും അക്വിസിഷനും മറ്റൊരു ബിസിനസ്സിനെ അക്വയർ ചെയ്ത് വളരാനൊക്കെ അവർ ആഗ്രഹിക്കുമ്പോൾ അവർ ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കി. അപ്പോൾ ആരാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ യൂസേഴ്സ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിന് രണ്ട് തരത്തിലുള്ള യൂസേഴ്സാണുള്ളത്. ഇൻറ്റേർണൽ യൂസേഴ്സുമുണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സുമുണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ബിസിനസ്സിൻ്റെ അകത്ത് തന്നെയുള്ള ആൾക്കാരാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ ഇൻറ്റേർണൽ യൂസേഴ്സ്. നമ്മുടെ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ, അവർക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നിർവഹിക്കാനായിട്ടും വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നേരത്തും ഈ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും ഇൻഫോർമേഷൻസും എല്ലാം അവർക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവർക്ക് ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് ഡയറക്റ്റ് ആക്സസ് കിട്ടത്തില്ല. ബിസിനസ് അതിൻ്റെ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സും ഒക്കെയാണ് അവർക്ക് എക്സ്റ്റേണൽ യൂസേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ബാങ്ക്, ക്രെഡിറ്റ് തുടങ്ങിയവരൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് എന്തെല്ലാം ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇവൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ്, ഫൈനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ ഫസ്റ്റ് കാറ്റഗറി. ദെൻ സെക്കൻഡ് വരുന്നത് കോസ്റ്റിംഗ് ഇൻഫോർമേഷൻസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആണ്. നെക്സ്റ്റ് തേർഡ് വരുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങും മാനേജ്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്.
ഫോർത്ത് വരുന്നത് ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ എഫക്ട്സ്, സൊസൈറ്റിയിൽ അതിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബിസിനസ്സിൻ്റെ എൻവിറോൺമെൻറ്റിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. ഇത്രയും ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ധാരാളം ടേംസ് ഉണ്ട്. ഈ ടേംസ് അറിയാതെ നമുക്കിനി മുൻപോട്ടുള്ള പഠനം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസും അതിൻ്റെ മീനിങ്സും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ടേംസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നൊരു ടേമാണ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ മണി അല്ലെങ്കിൽ മണി വാല്യൂ ഉള്ള എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷനിൽ മണി വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. മണി ക്യാഷിനായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ടാകും, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ടാകും. ക്യാഷ് ട്രാൻസാക്ഷനിൽ നമ്മൾ പേയ്മെൻറ്റ് അപ്പം തന്നെ നടത്തും. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പേയ്മെൻറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും നടത്തുക. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ടാഞ്ചിബിൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ കൊമോഡിറ്റീസ് ആണ്. ഇപ്പോൾ ബിസിനസ് മാനുഫാക്ചർ ചെയ്തിട്ട് ഓൺ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്ന ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് അവർ വിൽക്കുന്ന ഐറ്റംസ് ആകാം. അങ്ങനെയുള്ള ടാഞ്ചിബിൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊമോഡിറ്റീസിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഫേമിൻ്റെ ഗുഡ്സ് മറ്റൊരു ബിസിനസ് ഫേമിൻ്റെ ഗുഡ്സ് ആണെന്നില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ച് മെഷീൻസ് അവർക്ക് ഗുഡ്സ് ആണ്. അവർ ഉൽപ്പാദിപ്പിച്ച് അവർ വിൽക്കുന്ന ഗുഡ്സ് ആണ് മെഷീൻ എന്ന് പറയുന്നത്. പക്ഷെ അത് വാങ്ങുന്ന ഒരു ഫേമിനെ സംബന്ധിച്ച് അവർക്കതൊരു മെഷീനറിയാണ്. അവരവരുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് മെഷീനെ വാങ്ങുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു ഗുഡ്സ് അല്ല. നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ നേച്ചറിലുള്ളതാണ് സർവീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ കാണാനോ തൊടാനോ കഴിയില്ല. പക്ഷെ അതിനൊരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ടേമാണ് പ്രോഫിറ്റ്, ലാഭം. ഒരു ബിസിനസ്സിൽ എക്സ്പെൻസിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ആ എക്സസ് ഓഫ് ഇൻകത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോസ്, നഷ്ടം. ഒരു ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ഇൻകത്തിനേക്കാളും കൂടുതലാണെങ്കിൽ ആ എക്സസ് ഓഫ് എക്സ്പെൻസിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് അസറ്റ്സ്. ഒരു ബിസിനസ് അതിൻ്റെ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഓൺ ചെയ്തിട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ് രണ്ട് തരത്തിലുണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള നമുക്ക് കാണാനും തൊടാനും എല്ലാം കഴിയുന്ന അസറ്റ്സിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ലാൻഡ്, ബിൽഡിംഗ്, കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയ അസറ്റ്സ് എല്ലാം ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത പക്ഷേ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റൈറ്റ് ഉള്ള ഒരു ആൻറ്റിസിപ്പേറ്റഡ് ബെനഫിറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അസറ്റ്സിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ അസറ്റ്സിനെ നമുക്ക് കാണാനോ തൊടാനോ കഴിയത്തില്ല, പക്ഷേ അവയ്ക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, ബ്രാൻഡ് ഇക്വിറ്റി, ഡിസൈൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തുടങ്ങിയതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇനി നമുക്ക് അസറ്റ്സിൻ്റെ പീരിയഡ് അനുസരിച്ച് നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറൻറ്റ് അസറ്റ്സും ഉണ്ട്, നോൺ കറൻറ്റ് അസറ്റ്സും ഉണ്ട്. ഒരു ബിസിനസ്സിന് അതിൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് ഒരു 1 ഇയറിനുള്ളിൽ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, ക്യാഷ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിലെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ട്രേഡ് ചെയ്ത് ക്യാഷ് കിട്ടുന്ന, അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടുള്ള അസറ്റ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോങ് ടേമിൽ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് ഓൺ ചെയ്തിരിക്കുന്ന അസറ്റ്സിനെ, മോർ ദാൻ 1 ഇയറിൽ കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അസറ്റ്സിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിഷനറി, ബിൽഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോങ് ടേം യൂസിനുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ലയബിലിറ്റീസ്.
ഒരു ബിസിനസ് അതിൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ക്യാഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടബാധ്യത, അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഡേറ്റിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് അതിന് പേ ചെയ്യാനായിട്ടൊരു ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ആ ഒരു ഒബ്ലിഗേഷനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുക. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണ്, സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് ടേമിലാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്കതൊരു ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം, പ്രിൻസിപ്പൽ തിരിച്ചടയ്ക്കണം. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. ഇനി പീരീഡിനെ ബേസ് ചെയ്ത് ലയബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കറൻറ്റ് ലയബിലിറ്റീസും ഉണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസും ഉണ്ട്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന, ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ലയബിലിറ്റീസ്, അല്ലെങ്കിൽ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ട്രേഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലയബിലിറ്റീസ്, അതിനെയൊക്കെയാണ് നമ്മൾ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതൊരു 12 മന്ത് പീരീഡിനുള്ളിൽ നമുക്ക് സെറ്റിൽ ചെയ്യാവുന്ന ലയബിലിറ്റീസാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ്. ഒരു 1 ഇയർ കൂടുതൽ കാലാവധി എടുക്കുന്ന ഒരു ലോങ് ടേമിലേക്കുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 വർഷത്തേക്ക് ലോൺ എടുത്തേക്കുവാണെങ്കിൽ ആ ലോൺ നമ്മളൊരു 5 വർഷം കൊണ്ട് അടച്ച് തീർത്താൽ മതി. അപ്പോൾ അതൊരു ലോങ് ടേമിലേക്കുള്ള ലയബിലിറ്റിയാണ്. അതിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഇൻറ്റേർണൽ ലയബിലിറ്റി. ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, റിസർവ്സ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഇതിനെയൊക്കെ ടോട്ടലാണ് ഇൻറ്റേർണൽ ലയബിലിറ്റി. പ്രൊപ്രൈറ്റർക്കുള്ള ഇക്വിറ്റി, പ്രൊപ്രൈറ്ററുടെ ഇക്വിറ്റിയാണ് നമ്മൾ ഇൻറ്റേർണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ ബിസിനസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്ത ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് ക്രെഡിറ്റേഴ്സിനെ എല്ലാം സെറ്റിൽ ചെയ്തിട്ട് എത്രമാത്രം ക്യാഷ് കൊടുക്കാനുണ്ടാവും, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ നോർമൽ ഓപ്പറേഷൻസിൽ അതിൻ്റെ കറൻറ്റ് ലയബിലിറ്റീനെ സെറ്റിൽ ചെയ്തിട്ട് ബാക്കിയുള്ള കറൻറ്റ് അസറ്റ്സിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. ഒരു ബിസിനസ്സിൻ്റെ ഇതൊരു ലയബിലിറ്റിയാണ്, പക്ഷേ ആ ലയബിലിറ്റി ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ ഔട്ട്കം അനുസരിച്ചായിരിക്കും അത് നമ്മൾ പേ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ നമുക്കില്ല, പക്ഷേ ഭാവിയിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ലിഗേഷൻ വരും, അങ്ങനെ ഒരു ലയബിലിറ്റി വരും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുക, ആ കേസിൻ്റെ ഒരു സപ്ലയറുമായിട്ടൊരു കേസ് നടക്കും. അപ്പോൾ കേസിൻ്റെ വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്കവിടെ പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട വരില്ല, നമുക്ക് ഒബ്ലിഗേഷൻ ഒന്നുമില്ല. പക്ഷേ വിധി ഓപ്പോസിറ്റായിട്ട് വരികയാണെങ്കിൽ നമുക്കവിടെ ഒരു ലയബിലിറ്റി വരും, നമ്മൾ സപ്ലയർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ നോട്ടായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് വരുന്ന ടേമാണ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൽ അതിൻ്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് ആയിട്ട് അസറ്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ്, ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡ്രോവിങ്സ്. ഒരു ബിസിനസ്സിൽ നിന്നും അതിൻ്റെ ഓണേഴ്സ് വിഡ്രോ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ ക്യാഷ്, അതിനെയാണ് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. അവരവരുടെ പേഴ്സണൽ യൂസിനായിട്ട് വിഡ്രോ ചെയ്യുന്ന ക്യാഷും ഗുഡ്സും, അതിനെയാണ് ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റിയിലൊന്നും ഇങ്ങനത്തെ ഡ്രോവിങ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. പാർട്ട്ണർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്സ്, ഇവിടെയാണ് ഡ്രോവിങ്സിൻ്റെ ഇത് വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. അതായത് അതിൻ്റെ ഓണേഴ്സിന് ഇപ്പോൾ ബിസിനസ് വൈൻഡപ്പ് ചെയ്താൽ ഓണേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതിന് ഓണേഴ്സ് ഇക്വിറ്റി എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 വർഷത്തേക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്. നെക്സ്റ്റ് വരുന്നതാണ് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വർഷത്തിനുള്ളിൽ റിയലൈസ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 11 മന്ത്സ് കൊമേഴ്സ്യൽ പേപ്പർ, അതൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്.
നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡെപ്റ്റേഴ്സ്. നമുക്ക് ക്യാഷ് തരാനുള്ള, ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തി, അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് അല്ല, ആ പേയ്മെൻറ്റ് അപ്പം തന്നെ തരത്തില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരെ നമുക്ക് ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ഡെപ്റ്റേഴ്സിന് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഗുഡ് ഡെപ്റ്റ്സ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആൻഡ് ബാഡ് ഡെപ്റ്റ്സ്. ഗുഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാഷ് തരും, നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതിന് നമുക്ക് ഗുഡ് ഡെപ്റ്റ്സ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. ഈ ഡെപ്റ്റേഴ്സ് ക്യാഷ് തരുമോ ഇല്ലയോ എന്ന് നമ്മളെ പറ്റിക്കുമോ, നമുക്കൊരു ഡൗട്ടാണ് അവർ ക്യാഷ് തരുമോ ഇല്ലയോ എന്നും. റിയലൈസ് ചെയ്യാൻ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അതിനാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബാഡ് ഡെപ്റ്റ്സ്. ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പായി ഇനി അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടത്തില്ല, ഇവർ ക്യാഷ് തരത്തില്ല, നമുക്ക് ആ ക്യാഷ് റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്ന ടേമാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് ടേമിൽ പർച്ചേസ് നടത്തി, അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം, അപ്പോൾ നമുക്ക് അവർക്ക് ക്യാഷ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ഉണ്ട്, അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ടും ക്രെഡിറ്റേഴ്സിനെ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബിസിനസ്സിന് ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങാനായിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ലാൻഡ് വാങ്ങാനായിട്ട്, മെഷീനറി വാങ്ങാനായിട്ട് തുടങ്ങിയ ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങാനായിട്ട് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് വരുന്ന ടേമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താൻ ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമുള്ളതായിരിക്കും. എക്സാമ്പിളായിട്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ്, ഇൻഷുറൻസ്, സാലറി, വേജസ്, ട്രാവൽ എക്സ്പെൻസ് തുടങ്ങിയതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എന്തോരം ലയബിലിറ്റീസ് ഉണ്ട്, ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്തോരമാണ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻസ് ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിലെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന റിസൾട്ട് ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടേമാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഹോൾസെയിലേഴ്സ് റീസെയിലേഴ്സിന് ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻവോയ്സ് പ്രൈസിലാണ് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അത് നമ്മൾ ബുക്സിലൊന്നും റെക്കോർഡ് ചെയ്യാറില്ല. നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് ക്യാഷ് ഡിസ്കൗണ്ട്സ്. ഡെപ്റ്റേഴ്സ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് തരാനായിട്ട്, ക്യാഷ് തരാനായിട്ട് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട്സ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇത്രയുമാണ് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ടേംസ്. നമുക്കൊരു 2 ഇല്ലുസ്ട്രേഷൻസ് തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിനാണേലും ഒരു 5 മാർക്കിന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് MCQ സെക്ഷനിൽ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ക്രെഡിറ്റർ ടു ഡെപ്റ്റർ ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്തിനാണ് കൊടുക്കുന്നത്? ഡെപ്റ്റേഴ്സ് കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് തരാനായിട്ട് സപ്ലയേഴ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതുകൊണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്രെഡിറ്റർ ടു ഡെപ്റ്റർ. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് മീൻസ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ്. എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓഫ്സ് ടു അതർ. ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ നമുക്ക് ക്യാഷ് തരാനുണ്ട്. ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹൂ ഓവ്സ് ടു അതേഴ്സ്.
നെക്സ്റ്റ് വരുന്നതാണ് ഇൻ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ദ ബയ്യർ ഈസ് ഗീവൺ എ ക്രെഡിറ്റ് ഫെസിലിറ്റി. ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ഫിക്സഡ് അസറ്റ് ഈസ് ജനറലി ഹെൽഡ് ഫോർ എ ലോങ് പീരിയഡ്. ലോങ്ങർ പീരിയഡിലേക്ക് നമ്മൾ ഉള്ള അസറ്റ്സിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ കറൻറ്റ് ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻ ടു ബി സെറ്റിൽഡ് ഇൻ എ ഷോർട്ട് പീരിയഡ്. ഷോർട്ട് പീരിയഡിൽ സെറ്റിൽ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസിനെയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ വിത്ഡ്രോവൽ ഓഫ് മണി ബൈ ഓണർ ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ഡ്രോവിങ്സ്. ഒരു ബിസിനസ്സിൽ നിന്നും അതിൻ്റെ ഓണർ മണി വിത്ഡ്രോ ചെയ്ത അതിനെയാണ് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ട്രാൻസാക്ഷൻ മീൻസ് ദ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ഫോർ വാല്യൂ. എന്തെങ്കിലും വാല്യൂസിന് വേണ്ടിയിട്ട് മണി അല്ലെങ്കിൽ മണി വാല്യൂള്ള എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നെറ്റ് റിസൾട്ട് എന്നതാണ്. നെക്സ്റ്റ് ദ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദ ക്രെഡിറ്റ് ഡിസ്കൗണ്ട്സ് ഈസ് നെവർ എൻറ്റേർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്യാഷ് ഡിസ്കൗണ്ട്സ് ആണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. ട്രേഡ് ഡിസ്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാറില്ല. നെക്സ്റ്റ് ദ വെഹിക്കിൾ റെപ്രസെൻറ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വൈൽ റിപ്പയേഴ്സ് ടു വെഹിക്കിൾ വുഡ് മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേമിലേക്കുള്ള യൂസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പക്ഷെ അതിൻ്റെ റിപ്പയേഴ്സൊക്കെ ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ് തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നെക്സ്റ്റ് ദ നെറ്റ് വർത്ത് ഈസ് എക്സസ് ഓഫ് ടോട്ടൽ അസറ്റ്സ് ഓവർ ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അതിനെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഇല്ലുസ്ട്രേഷൻ 2 നോക്കാം. വൺ വേർഡിൽ ആ സെൻറ്റൻസിൻ്റെ ആൻസർ തരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ബെനിഫിറ്റ് ഫോർ വാല്യൂ. എന്താണ് ട്രാൻസാക്ഷൻ? ദെൻ നെക്സ്റ്റ് എ ട്രാൻസാക്ഷൻ വിത്തൗട്ട് ഇമ്മീഡിയറ്റ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. അപ്പം തന്നെ പേയ്മെൻറ്റ് കൊടുക്കാത്ത ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ കൊമോഡിറ്റീസ് ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്. ബിസിനസ് ഡീൽ ചെയ്യുന്ന കൊമോഡിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്സ്. നെക്സ്റ്റ് ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇൻകത്തിലും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സസ് ഓഫ് എക്സ്പെൻസിനെ നമ്മൾ പറയുന്നതാണ് ലോസ്. നെക്സ്റ്റ് വരുന്നത് തിങ്സ് ഓഫ് വാല്യൂ ഓൺ ബൈ ബിസിനസ് ടു ഏൺ ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചർ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ബിസിനസ് ഓൺ ചെയ്തിരിക്കുന്ന റിസോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ എമൗണ്ട് ഓഫ്ഡ് ബൈ ബിസിനസ് ടു അതേഴ്സ്. ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ക്യാഷിന് നമ്മൾ പറയുന്നതാണ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് വരുന്നത് ആൻ ഒബ്ലിഗേഷൻ വിച്ച് മേ ഓർ മേ നോട്ട് മെറ്റീരിയലൈസ്. ഭാവിയിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉള്ള ഒരു ഒബ്ലിഗേഷൻ അതിനെയാണ് നമ്മൾ കോണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻ അലവൻസ് ബൈ എ ക്രെഡിറ്റർ ടു ഡെപ്റ്റർ ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് നൽകാനായിട്ട് ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അസറ്റ് ലൈക്ക് ബ്രാൻഡ് വാല്യൂ, കോപ്പിറൈറ്റ്, ഗുഡ്വിൽ. ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അവയ്ക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷെ അവർക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, നമുക്ക് കാണാനോ തൊടാനോ കഴിയത്തില്ല. ഇങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റഡി നോട്ട് 1ൻ്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് വരുന്ന പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.